നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമൃത എക്സ്പ്രസിൽ 24-കാരിയായ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. കോഴിക്കോട് ഇരിങ്ങൽക്കോലത്ത് വീട്ടിൽ 44 വയസ്സുകാരനായ അഭിലാഷിനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ശനിയാഴ്ച മധുരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട അമൃത എക്സ്പ്രസിൽ ആയിരുന്നു സംഭവം. ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് പ്രതി യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമം കാട്ടുകയുമായിരുന്നു എന്നാണ് പരാതി. തുടർന്ന് യുവതി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിൽ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ കോട്ടയം റെയിൽവേ പോലീസ് സംഘം പ്രതിയെ പിടികൂടി. എറണാകുളത്ത് ഇവന്റ് മാനേജ്മെന്റ് സപ്ലൈ ജോലിക്കാരനാണ് പ്രതി. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന അമൃത എക്സ്പ്രസിൽ ജമ്മൂജി യാത്ര ചെയ്ത് വന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ ട്രെയിനിൽ വെച്ച് യുവതിയുടെ അപമര്യാദയെ പെരുമാറിയ കോഴിക്കോട് സ്വദേശിയായ അഭിലാഷ് ഏജ് 24, സൺ ഓഫ് ശ്രീധരൻ, കോലോത്ത് ഹൗസ്, ഇരിങ്ങൽ, കോഴിക്കോട് എന്നയാളെ യുവതിയുടെ പരാതി പ്രകാരം കായംകുളം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇയാളെ ഇന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കും. ഈ ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള മുന്നോടിയായി വൻ സുരക്ഷയാണ് കേരള റെയിൽവേ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെൻറ് എക്സ്പ്രസ് നിർദ്ദേശാനുസരണം കർശനമായ പരിശോധന ട്രെയിനകത്ത് നടക്കുന്നുണ്ട്. അതനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കോട്ടയം റെയിൽവേ പോലീസ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനകത്ത് നടന്ന പരിശോധനയിലാണ് ഈ പരാതി കിട്ടിയതും ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ ഇടുക്കി അയ്യപ്പൻകോവിൽ സ്വദേശി ശ്രീദേവിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യപ്പൻകോവിൽ മനില പുതുപ്പറമ്പിൽ പ്രമോദ് വർഗീസാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 1-നാണ് വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ സ്വദേശിയായ ശ്രീദേവിയെ സ്വന്തം വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീദേവിയുടെ ഭർത്താവ് പ്രശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പാലായിൽ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഇവരും 2 മക്കളും താമസിച്ചിരുന്നത്. സംഭവ ദിവസം ഉച്ചയോടെ തന്റെ വീട്ടിലെത്തിയാണ് ശ്രീദേവി ആത്മഹത്യ ചെയ്തത്. പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ ബാഗിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ അയ്യപ്പൻകോവിൽ സ്വദേശിയും ശ്രീദേവിയുടെ സുഹൃത്തുമായ പ്രമോദ്, ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരും മാനസിക പീഡനമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുറിച്ചിരിക്കുന്നത്. കുടുംബ വീട്ടിൽ വരുമ്പോൾ ഓട്ടോ ഡ്രൈവറായ പ്രമോദിന്റെ വാഹനം ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇത് പ്രമോദിന്റെ വിദേശത്തുള്ള ഭാര്യ സ്മിത സംശയത്തോടെ കാണുകയും നിരന്തരം ഫോണിൽ വിളിച്ച് മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നതായും ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതോടെ ശ്രീദേവിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി 1-ാം പ്രതിയായ പ്രമോദ് വർഗീസിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമോദിനെ ഇയാളുടെ വീടിന് സമീപത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ സ്മിതയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീദേവിയുടെ ഫോൺ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. അടുത്ത ദിവസം പ്രമോദിന്റെ ഫോണും പരിശോധനയ്ക്കായി കൈമാറും. ഇവയുടെ പരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. ഇതിനിടെ പ്രമോദ് പലപ്പോഴായി ശ്രീദേവിയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശ്രീദേവി സ്വർണം പണയം വെച്ച് പണമെടുത്ത് പ്രമോദിന് നൽകിയിരിക്കാമെന്നാണ് ഭർത്താവും ബന്ധുക്കളും സംശയിക്കുന്നത്. മാത്രമല്ല, ശ്രീദേവി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ പ്രമോദ് ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷണവുമായി പോലീസ് രംഗത്തെത്തുകയായിരുന്നു.